എൻ്റെ പേര് ജീമോൻ. ഇതെൻ്റെ മോള് നേഹ. ഇത് ആൻസി എന്ന വൈഫാണ്. ഞങ്ങൾ എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കര ഭാഗത്തു നിന്നാണ് വരുന്നത്. എൻ്റെ മോൾക്കൊരു കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റൽ ആദ്യമായിട്ട് വരുന്നത്. അവിടെ വരാൻ തന്നെ കാരണം ഒരു ഡോക്ടർ ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഒത്തിരി ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നു, ഇവളൊരു ഇംപ്ലാന്റ് സർജറിക്ക് വേണ്ടിയിട്ട്. കാരണം ഒരു 9 മാസമായപ്പോൾ ഒരു പനി വന്ന പോലാണ് ഇവളുടെ ഒരു ഹിയറിംഗ് ലോസ് സംഭവിച്ചത്. ഏകദേശം 2-2.5 വയസ്സായപ്പോൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞത് ഇവർക്ക് ഹിയറിംഗ് ലോസ് ഉണ്ടെന്നുള്ളത്. ഞങ്ങളൊരു ഹിയറിംഗ് എയ്ഡ് ഉപയോഗിച്ച് സ്പീച്ച് തെറാപ്പി കൊടുത്തും അവളുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ മടക്കി കൊണ്ടുവന്നുകൊണ്ടാണിരുന്നത്. ആ സമയത്ത് പോലും ഞങ്ങൾ ഇതിനെക്കുറിച്ചും ഒരു കോക്ലിയർ ഇംപ്ലാന്റ് പേഷ്യൻ്റാണ് ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞിരുന്നു ഇവൾ. അപ്പോൾ ഞങ്ങൾ ഒരു നല്ലൊരു ഡോക്ടറിന് വേണ്ടിയിട്ടും നല്ലൊരു ഹോസ്പിറ്റലിന് വേണ്ടി ഞങ്ങൾ ഇതിനെ തിരഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. അപ്പോഴാണ് ഒരു 11-12 വയസ്സായപ്പോഴാണ് ഇവൾക്ക് ഇത് എമർജൻസി ആയിട്ട് തന്നെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുകയും ഞങ്ങൾ ഒരു ഡോക്ടർ വിവേക് ശശീന്ദ്രൻ സാറിനെ സമീപിക്കുകയും ചെയ്തു. ഡോക്ടറാണ് ഞങ്ങൾക്ക് വെൽകെയർ ഹോസ്പിറ്റൽ സജസ്റ്റ് ചെയ്തത്. വെൽകെയർ ഹോസ്പിറ്റലിലെ ഡോക്ടർ എലിസബത്ത് ഡോക്ടറെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ ആ ഡോക്ടറെ ഞങ്ങൾ സമീപിക്കുകയും ഇവിടെ നല്ലൊരു ട്രീറ്റ്മെന്റ് ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. കാരണം അവളുടെ ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സർജറിയാണ്, ഒരു സംഭവം തന്നെയായിരുന്നു ഈ കോക്ലിയർ ഇംപ്ലാന്റ്. അത് എപ്രകാരമായിരിക്കും, എങ്ങനെയാണ് എന്നുള്ള ഞങ്ങൾക്ക് ഒത്തിരി കൺസേൺ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഞങ്ങൾക്ക് മാറ്റി തന്നത് ഡോക്ടേഴ്സും ഹോസ്പിറ്റലുമാണ്. ആ സർജറിക്ക് ശേഷവും ഈവൻ സ്റ്റാഫ് നേഴ്സും ഞങ്ങളുടെ ICUവിൽ ഇറങ്ങി പോലും 2 നേഴ്സുമാർ ഞങ്ങൾക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്നു. എന്തിനും വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറായിട്ട് സിസ്റ്റേഴ്സ് ഞങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്നു. സർജറി കഴിഞ്ഞ് ഞങ്ങൾ റൂമിലായിരുന്നപ്പോഴും ഡോക്ടർ എപ്പോഴും വന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും വിസിറ്റ് വന്നപ്പോൾ ഞങ്ങൾക്ക് സ്റ്റിച്ച് എടുക്കാനൊക്കെ ഒന്ന് വന്നപ്പോൾ മറ്റ് സിസ്റ്റേഴ്സിനൊക്കെ ഏൽപ്പിക്കാതെ ഡോക്ടർ തന്നെ സ്റ്റിച്ച് എടുത്ത് എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. ശരിക്കും ഒരു മോൾക്ക് വേണ്ടി എല്ലാ പരിഗണന കൊടുക്കുന്ന പോലെയാണ് ഡോക്ടർ എലിസബത്ത് ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. ഡോക്ടർ എലിസബത്ത് തന്നെയല്ല, ഈ ഹോസ്പിറ്റൽ എല്ലാ സ്റ്റാഫും ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടായിരുന്നു. ആസ് എ മദർ എനിക്ക് ഒരുപാട് കൺസേൺ ഉണ്ടായിരുന്നു. മോളുടെ ഈ സർജറിനെ സംബന്ധിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ബിഫോർ സർജറി ഡോക്ടർ എല്ലാം എനിക്കുള്ള എല്ലാ സംശയങ്ങളും, എന്റെ ക്വറീസ് എല്ലാം ഡോക്ടർ ക്ഷമയോടെ കേട്ടിരുന്നു. അതിനെല്ലാം ആൻസർ വന്നു. അപ്പൊ എനിക്ക് പിന്നെ സർജറിയെ പറ്റി ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ ഞങ്ങളോട് കാണിച്ച ഒരു എംപതി അത് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഇതിനു മുമ്പ് പല സ്ഥലത്തും പോയിട്ടുണ്ട്. അപ്പം ഡോക്ടേഴ്സ് എല്ലാം അതൊരു നിസ്സാരമായിട്ടുള്ള ഒരു സർജറി പോലെ കാണുമ്പോൾ ഡോക്ടർ അത് എനിക്ക് എന്തോരം ടെൻഷൻ ഉണ്ടെന്നുള്ളത് ഡോക്ടർ മനസ്സിലാക്കിയിട്ട് ആ ഒരു രീതിയിലാണ് എനിക്ക് റിപ്ലൈ തന്നത്. എനിക്ക് ഒരു 100 ചോദ്യം ഉണ്ടായിരുന്നു. 100 ചോദ്യത്തിനും ഡോക്ടർ ക്ഷമയോടെ ആൻസർ തന്നു. ആഫ്റ്റർ സർജറി ആണെങ്കിലും ഡോക്ടർ എപ്പോഴും നമ്മൾ എന്തൊരു കാര്യം അവളുടെ കാര്യം വിളിച്ചു ചോദിച്ചാലും അതിനപ്പം തന്നെ നമുക്ക് ഓൺ കോൾ മറുപടി വരും, അല്ലെങ്കിൽ വാട്സാപ്പിൽ കൂടി ആണെങ്കിലും അപ്പം തന്നെ ഹസ്ബൻഡിന് അതിനെല്ലാം കൊടുക്കുമായിരുന്നു. പിന്നെ ആഫ്റ്റർ സർജറി ഡോക്ടർ മോളെ നേരിട്ട് കാണാനും ഒക്കെ വന്നിരുന്നു. അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ആശ്വാസം സഹായവും ഒക്കെ ആയിട്ടുണ്ട്.